അതായത് നമുക്ക് ഈ കാലാവസ്ഥ എനിക്കൊന്ന് മെയ് മാസത്തിലാണ് കഴിഞ്ഞ കോഴിക്കോട്ടെ 2018 തുടങ്ങിയത്. ഇപ്പോൾ ഇത് ജൂലൈ. ഓക്കെ. കൂടുതൽ കേസുകളും നമുക്ക് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, എനിക്ക് സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മാസങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ ഈ വവ്വാലുകളുടെ ഒരു പഠനത്തിനാണ് പ്രാധാന്യമുണ്ട്. വവ്വാലുകളുടെ പഠനത്തിൽ നമുക്ക് ഈ വൈറസുകൾ കൂടുതലായിട്ട് വവ്വാലുകളുടെ സ്രവങ്ങളിൽ കാണുന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്. അതല്ല, നമ്മുടെ മുന്നൊരുക്കങ്ങൾ നിപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ പകർച്ചവ്യാധികൾക്കും വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. പ്രത്യേകിച്ച് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക് സ്രവങ്ങൾ വഴി പകരുന്നതാണ് നമ്മുടെ വലിയ വിഭാഗം പകർച്ചവ്യാധികൾ. അപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാലും ആ ആൾ സ്വയം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അയാളുടെ സ്രവങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയിൽ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ ഇതൊരു ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലുള്ള ഒരു ബാരിയർ നഴ്സിംഗ് എന്നെല്ലാം പറയുന്ന, എപ്പോഴും ഇങ്ങനെ രോഗികൾ ആശുപത്രിയിൽ വരുമ്പോൾ മാസ്ക് ധരിച്ചിട്ട് വരിക, ആരോഗ്യ പ്രവർത്തകർ അവരും അവരുടെ സേഫ്റ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ICUലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ഈ നിപ്പയുടെ ഒരു പ്രത്യേകത, പലപ്പോഴും രോഗം വളരെ മൂർച്ഛിച്ചതിന് ശേഷമാണ് ഈ സ്രവങ്ങളിൽ ഈ വൈറസുകളുടെ അളവ് ധാരാളം വരുന്നതും ആ സമയത്താണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. 2018 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്ന, അന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ആ ഒരു വ്യക്തി 15-16 പേർക്ക് മരിച്ചതിന് തലേ ദിവസവും മരിച്ച ആ ദിവസങ്ങൾ, അതായത് വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന സമയങ്ങളാണ് ഒരു വ്യക്തി 15-16 പേർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എനിക്കൊന്ന് CT സ്കാൻ മുറിയുടെ ഫ്രണ്ടിൽ നിന്നിരുന്ന ആളുകൾക്ക് കൊടുത്തത്. അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും സാധ്യത. അതുകൊണ്ട് ആശുപത്രികളിൽ ഇരിക്കുന്നവരും ആശുപത്രി സന്ദർശിക്കുന്നവരും രോഗികളും അവരുടെ കൂട്ടിയിരിപ്പുകാരും എല്ലാ ആരോഗ്യ രക്ഷാപ്രവർത്തകരും ഈ സീസണിൽ പ്രത്യേകിച്ച്, നമ്മുടെ ഈ സീസൺ നിപ്പയുടെ സീസൺ മാത്രമല്ല, എല്ലാതരം പനികളും ഉണ്ട്. നമുക്കിപ്പോൾ എലിപ്പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, ഇൻഫ്ലുവൻസയുണ്ട്, റെസ്പിറേറ്ററി സിൻസേഷണൽ വൈറസ് പനികളുണ്ട്. അങ്ങനെ ഒരുപാട് പനികൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഒരു സ്രവങ്ങൾ വഴി പടരുന്നത്. ഇപ്പൊ ഡെങ്കി ആണെങ്കിൽ കൊതു വഴിയാണ് പടരുന്നത്. പക്ഷേ ഇപ്പൊ ഇൻഫ്ലുവൻസ മാതിരി അല്ലെങ്കിൽ റെസ്പിറേറ്ററി സെൻസേഷണൽ വൈറസ് മാതിരി ആയിട്ടുള്ള പനികളൊക്കെ തന്നെ സ്രവങ്ങൾ വഴി ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് സ്രവങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പനിയാണ്. അപ്പൊ അത് നമുക്ക് സത്യത്തിൽ തടയാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാ ആശുപത്രികളിലും അത് തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതൊരു 1-2 കേസിലേക്ക് ഒതുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിപ്പയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കേരളത്തിൽ അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റ് വ്യക്തികളിലേക്ക് പകരുന്നത് തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിപ്പയെ കുറിച്ച് നമ്മൾ ചർച്ചകളൊക്കെ വേണം, ഇല്ലാന്ന് പറയുന്നില്ല. അമിതമായ ഭീതി വേണ്ട. വലിയൊരു രീതിയിലുള്ള, ഞാൻ പറയുന്ന ഒരു പ്രദേശം മുഴുവൻ അടച്ചിടുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2-3 വർഷം നമ്മളങ്ങനെ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തു. നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്, അതുകൊണ്ട് റിയാക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് സ്കൂൾ അടച്ചിടുക, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അടച്ചിടുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് അതിലൊന്നും പോകേണ്ട കാര്യം. ഇതിന് സാമൂഹ്യ വ്യാപനം ഇല്ല എന്ന് നമുക്കിപ്പോൾ ഉറപ്പാണ്, മനസ്സിലായിട്ടുണ്ട്. അധികവും വ്യാപനം നടക്കുന്നത് ആശുപത്രിയിൽ, അതന്നെ ICUലോ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് അതിന്റെ സ്പ്രെഡ് തടയാൻ നമുക്ക് ധാരാളം എളുപ്പമായിട്ട് സാധിക്കേണ്ടതാണ്. നമുക്ക് സാധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ 2-3 വർഷം. അതുകൊണ്ട് നമുക്ക് ഇത് ഇന്നും ഇപ്പോഴും 1-2 കേസ് നമുക്ക് ഒതുക്കാൻ സാധിക്കേണ്ടതാണ്. അപ്പോൾ എങ്കിലും നമ്മൾ മുൻകരുതലുകൾ ഇപ്പോൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നിപ്പയെ കുറിച്ചുള്ള അമിതമായ ഭീതി ആവശ്യമില്ലാത്തതാണ്. നമ്മൾക്ക് ഇത് വളരെ, എന്താ പറയുക, ഒരിക്കലും ഒരുപാട് ഒരു ഔട്ട് ബ്രേക്കിൽ ഒരുപാട് പേര് മരിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരിക്കലും പോകാൻ ഇനി സാധ്യതയില്ല. നിർഭാഗ്യവശാൽ അന്ന് 2018 സംഭവിച്ചു എന്നേ ഉള്ളൂ. അപ്പോ അതുപോലെ തന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2023 6 പേർക്ക് വന്നപ്പോൾ മരണം 2 പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പേർക്ക് നമുക്ക് ചികിത്സിച്ച് തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിപ്പയെ കുറിച്ച് ഇനി ഭാവിയിൽ നമുക്ക് അധികമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ നേരത്തെ ഡോക്ടർ രാജീവ് ചേതൻ പറഞ്ഞ പോലെ തന്നെ കാര്യമായ ഒരു ജനിതക മാറ്റം വന്ന് ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാൻ വളരെ കുറച്ചുകൂടി എളുപ്പമായിട്ട് പകരുന്ന രീതിയിൽ ഒരു വൈറസായിട്ട് മാറുകയാണെങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ പ്രശ്നം വരിക. ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇതൊരു മനുഷ്യന് വന്നാൽ തന്നെ ആ മനുഷ്യൻ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂട്ടേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിലുള്ള മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്.